പാൻ ഇന്ത്യൻ മൂവീസ് ഒരു സ്കാമാണോ? പാൻ ഇന്ത്യൻ സിനിമകൾ ഒരു സ്കാമാണോ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം എന്താണ് പാൻ ഇന്ത്യൻ സിനിമകൾ? അക്കോർഡിംഗ് ടു ഗൂഗിൾ, പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും, പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭാഷകളിലെല്ലാം റിലീസ് ചെയ്യപ്പെടുന്ന, സൈമൾട്ടേനിയസ്ലി റിലീസ് ചെയ്യപ്പെടുന്ന സിനിമകളാണ്. ഇപ്പോൾ ഹിന്ദി ആയിക്കോട്ടെ, തെലുഗു ആയിക്കോട്ടെ, തമിഴ് ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇങ്ങനത്തെ എല്ലാ ഭാഷകളിലും സൈമൾട്ടേനിയസ്ലി ഒരു സിനിമ വരികയാണെങ്കിൽ അതിനെയാണ് പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് അങ്ങനെയല്ല. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭാഷകളോ ഈ പറയുന്ന റീജിയനുകളോ ഒന്നും കണക്കാക്കാതെ ഒരു കണ്ടൻറ്റ് എല്ലാ ആളുകളിലേക്കും കണക്റ്റ് ആകുക, എല്ലാ ഭാഷക്കാർക്കും അത് കണക്റ്റ് ആകുന്ന സിനിമകളാണ് യഥാർത്ഥത്തിൽ പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന് പറയുന്നത്. ആ ഒരു കഥ എല്ലാവർക്കും കണക്റ്റ് ആകണം, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എല്ലാവർക്കും കണക്റ്റ് ആകണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബാഹുബലി എന്ന് പറയുന്ന സിനിമ എടുക്കാം. ആ ബാഹുബലി എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട് ഇറങ്ങുന്ന സമയത്ത് അതിലുള്ള അതിനഭിനയിച്ചിരിക്കുന്ന എല്ലാ ആളുകളും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതാണ്. പക്ഷേ മറ്റു ഭാഷക്കാർക്ക് അവരത്ര, ഇപ്പോൾ ഇന്ന് പ്രഭാസ് എന്ന് പറയുന്ന നടനെ അറിയുന്ന പോലെ അന്ന് പ്രഭാസ് എന്ന് പറയുന്ന നടനെ എല്ലാവർക്കും അറിയില്ല. രാജമൗലി ഒരു പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് പേർക്കെങ്കിലും പ്രഭാസിനെ അറിയുന്നതിനേക്കാൾ കൂടുതൽ രാജമൗലി എന്ന് പറയുന്ന ടെക്നീഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടറിനെ എല്ലാവർക്കും അറിയാം. സോ അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് വർക്കുകൾ മറ്റു ഭാഷകളിലും വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ബാഹുബലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ പറയുന്ന സോ കോൾഡ് നമ്മൾ പറയുന്ന പാൻ ഇന്ത്യൻ എന്ന് പറയുന്ന വേർഡ് തന്നെ വന്നിട്ടുള്ളത്. അതിനു മുമ്പ് പാൻ ഇന്ത്യൻ സിനിമകൾ ഉണ്ടായിട്ടില്ല എന്നല്ല. എന്നാൽ പോലും നമുക്ക് ബാഹുബലി എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യമാണ് സംസാരിക്കാനുള്ളത്. സോ ബാഹുബലി എന്ന് പറയുന്ന സിനിമ അതിൻ്റെ സ്റ്റാർസ് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള അതിനകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസിൻ്റെ അത് ആരൊക്കെയാണ് എന്ന് നോക്കിയിട്ടല്ല ആ ഒരു പടം എല്ലാ ആളുകളിലേക്കും എത്തിയത്. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ കോണ്ടൻ്റാണ്. ആ ഒരു സിനിമ എല്ലാ ഭാഷക്കാർക്കും കണക്റ്റായി. അതിനുശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നു, അല്ലെങ്കിൽ അതിനുശേഷം മറ്റു സിനിമകൾ വരുന്നു. അതിൻ്റെയൊക്കെ കാരണം പക്ഷേ ഇതൊന്നുമല്ല. അതിനുശേഷം വന്ന സിനിമകൾക്കെല്ലാം ഈ സിനിമയുടെ ഒരു സക്സസ്സിനെ വെച്ചിട്ട് ഓക്കെ എല്ലാ ഭാഷകളിലും ഇറക്കുന്ന സമയത്ത് അതിനൊരു ബിസിനസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് സിനിമകൾ ഉണ്ടാകാൻ തുടങ്ങിയത്. എസ്പെഷ്യലി ബാഹുബലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഒരുപാട് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഈ പാർട്ട് 1 പാർട്ട് 2 എന്ന് പറയുന്ന ചില നമുക്ക് എൻഡ് ചെയ്യാൻ അറിയാത്ത രീതിയിൽ വരുന്നൊരു കഥ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് വരുമ്പോൾ ഓക്കെ ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പാർട്ട് 2-ൽ പറയുന്നതായിരിക്കും എന്നൊരു രീതിയിലേക്കൊക്കെ മാറി. ഇപ്പോൾ ഷോർട്ട് ഫിലിം ആണെങ്കിൽ, ഇപ്പോൾ റീലാണെങ്കിൽ പോലും സെക്കൻഡ് പാർട്ട് തേർഡ് പാർട്ട് എന്നൊക്കെയുള്ള കൺസെപ്റ്റ് വരുന്നത് അതിന് മുമ്പ് ഈ ഒരു സംഭവമുണ്ട്. എന്നാൽ പോലും അത്ര സക്സസ്ഫുള്ളായിട്ടും ഇതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് വാസ് ഭയങ്കര വലുതായിരുന്നു. അത് ബാഹുബലി 1 കഴിഞ്ഞ് ബാഹുബലി 2 വരുമ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷനും അതിൻ്റെ ഒരു ബിസിനസ് സാധ്യതയും 100 ഇരട്ടി വലുതായതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ഓക്കെ അത് ആക്ച്വലി ഒരു പാത്ത് ബ്രേക്കിംഗ് എന്ന് പറയാം. എല്ലാവർക്കും ഒരു വഴികാട്ടിയായ ഒരു സിനിമയാണ് ബാഹുബലി എന്ന് പറയുന്ന സിനിമ. പക്ഷേ ബാക്കിയുള്ള സിനിമകളെ നമുക്കൊന്ന് അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രധാനമായിട്ട് പറയപ്പെടുന്നത് ഇപ്പോഴത്തെ ഒരു പാൻ ഇന്ത്യൻ സിനിമകളുടെ സ്വഭാവം, അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന മെയിൻ കാസ്റ്റ് അല്ലെങ്കിൽ പ്രധാന നടൻ അല്ലെങ്കിൽ പ്രധാന നടി അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻസ്, ഇപ്പോൾ പറയുന്ന ഡയറക്ടർ, ഓഫ് കോഴ്സ് ഡയറക്ടറിൻ്റെ, ഇപ്പോൾ രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഒരു സിനിമ ഇനി തെലുഗു സിനിമ ആയിട്ട് മാത്രം ഇനി ഒരിക്കലും ഇറങ്ങില്ല. ഇനി അതിന് ഒരു സാധ്യതയുമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമ ഇനിയും ഇൻ്റർനാഷണൽ അപ്പീൽ വരുന്ന രീതിയിലുള്ള, ഇപ്പം വരാൻ പോകുന്ന വാരണാസി ആയിക്കോട്ടെ, അതിനെ ഒരിക്കലും നമുക്കൊരു ഓക്കെ തെലുഗു പടമാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് പറയാം. ബേസ് അതാണ്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഫാൻസ് എന്ന് പറയുന്നത് ഇപ്പം ലോകം മൊത്തമുണ്ട്. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് കിട്ടുന്ന അത്രയും ഒരു അറ്റൻഷൻ ആ വാരണാസി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഉണ്ടാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത് ഡെഫിനറ്റ്ലി നമുക്ക് പറയണം. സോ ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന നായകനോ നടനോ അല്ലെങ്കിൽ ഈ പറയുന്ന ടെക്നീഷ്യനെ ബേസ് ചെയ്തിട്ടാണ്. കണ്ടൻറ്റ് എവിടെയൊക്കെ മിസ്സാകുന്നുണ്ടെന്നാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ഈ കണ്ടൻറ്റ് മിസ്സാകുന്നതിനെ പറ്റിയാണ് കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അല്ലു അർജുൻ അല്ലെങ്കിൽ പ്രഭാസ് അല്ലെങ്കിൽ ജൂനിയർ NTR, രാം ചരൺ, അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദി എന്ന് പറയുകയാണെങ്കിൽ ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, ഇവരൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ആളുകളാണ് ഇപ്പോൾ. എസ്പെഷ്യലി ഇവരുടെ ഇപ്പം അല്ലു അർജുനെ സംബന്ധിച്ച് പുഷ്പ എന്ന് പറയുന്ന സിനിമ അല്ലെങ്കിൽ ബാഹുബലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന പ്രഭാസ്, KGF എന്ന് പറയുന്ന വലിയ സിനിമയ്ക്ക് ശേഷം വരുന്ന യശ്, ഇവരുടെ എല്ലാ സിനിമകൾക്കുള്ള ഇനിയും വരാൻ പോകുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആ കണ്ടൻറ്റ് ഡിസൈൻ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ കാറ്റഗറി. ഇപ്പം തെലുഗു സിനിമയായിട്ടാണ് അവർ കൺസീവ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്തുള്ള സ്റ്റാർസിന് എല്ലാ ആൾക്കാരെയും അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അവർക്ക് ഫാൻസ് ഉള്ളത് കൊണ്ട് ഓക്കെ ഇനി മുതൽ ഈ പടത്തിൻ്റെ വേർഷൻസ് എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കണം
എന്ന രീതിയിലേക്ക് പിന്നീട് അത് മാറുന്നു. ഒരു നോർമൽ കഥയാണെങ്കിൽ പോലും ഒരു തെലുഗു ഓഡിയൻസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന സിനിമയാണെങ്കിൽ പോലും ഇവിടെ ഫാൻസ് ഇന്ത്യ മുഴുവൻ അവർക്ക് ഫാൻസ് ഉള്ള സ്ഥിതിക്ക് അവരെല്ലാം ഈ ഒരു സിനിമയ്ക്ക് സാധ്യതയുണ്ട്. ബിസിനസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായി. പക്ഷേ നമുക്ക് ആദ്യം പുഷ്പ എന്ന് പറയുന്ന സിനിമയെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. അല്ലു അർജുൻ എന്ന് പറയുന്ന സ്റ്റാർ, അദ്ദേഹത്തിൻ്റെ ഭയങ്കര വലിയൊരു ഫാനാണ്. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ആര്യ എന്ന് പറയുന്ന സിനിമ മുതൽ എസ്പെഷ്യലി കൃഷ്ണ എന്ന് പറയുന്ന സിനിമ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റാണ് അദ്ദേഹത്തിൻ്റെ. ആ ഒരു ടൈമിലൊക്കെ ഞാൻ ഭയങ്കര അല്ലു അർജുൻ ഫാൻ എന്ന് പറഞ്ഞ് സ്കൂളിലും കോളേജിലും ഒക്കെ നടന്ന ഒരാളാണ്. സോ എന്ത് ടൈപ്പ് ഫാനാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ, അല്ലെങ്കിൽ എന്നെ അടുത്തറിയാവുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ പുഷ്പ എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി പുഷ്പ 1 and 2 എനിക്ക് അത്ര വലിയ ഭീകരമായ സിനിമയായിട്ടോ അതെനിക്ക് അങ്ങനെ വലുത് സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എസ്പെഷ്യലി ഇപ്പോൾ പല ആൾക്കാർക്കും പുഷ്പ 1 ഇഷ്ടമാണ്. എനിക്ക് പുഷ്പ 1ഉം പുഷ്പ 2 അങ്ങനെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരാളല്ല. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റെക്കഗ്നീഷനും അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾക്കെല്ലാം എനിക്ക് ആസ് എ ഫാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന അല്ലു അർജുൻ എന്ന് പറയുന്നത് അതിനു മുമ്പൊന്നും അലാവായിക്കോട്ടെ, ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള ആര്യ ആയിക്കോട്ടെ, ബണ്ണി ആയിക്കോട്ടെ, ഹാപ്പി ആയിക്കോട്ടെ, ഹീറോ എന്ന് പറയുന്ന സിനിമ ആയിക്കോട്ടെ, ആര്യ 1, ആര്യ 2 ആ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന ബോയ് ടു നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു അല്ലു അർജുനുണ്ട്. സോ ഈ പുഷ്പ എന്ന് പറയുന്ന സിനിമ വരുന്നു. ആര്യ 1 and ആര്യ 2വിന് ശേഷം സുകുമാർ എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകൻ, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അദ്ദേഹത്തുമായിട്ടൊരു കൊളാബറേഷൻ തേർഡ് ഫിലിമായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെക്റ്റേഷൻ ഭയങ്കര ഹൈ ആയിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ അനൗൺസ് ആകുന്നു. ഫസ്റ്റ് ഈ പറയുന്ന പോലെ പാർട്ട് 1 പാർട്ട് 2 ഒന്നുമില്ല. ആ സമയത്ത് പുഷ്പ എന്ന് പറയുന്നൊരു സിനിമ വരുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു കാറ്റഗറി ഈ പറയുന്ന ഒരു സിനിമയിൽ ഈ കഥ പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് 2 പാർട്ടാകുന്നു. ഇടയ്ക്ക് വെച്ചിട്ടാണ് തുടക്ക സമയത്ത് എനിക്ക് തോന്നുന്നു ഹാഫൊക്കെ വരുന്ന സമയത്തൊക്കെ ഇതൊരു സിംഗിൾ പാർട്ട് മൂവിയാണ്. അത് പിന്നീട് എൻ്റെ കണ്ടൻറ്റ് കാരണം അത് വലുതായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് ആണോ എന്നറിയില്ല. ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് നടന്ന ഒരു ഇവൻറ്റിൽ സുകുമാർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന കാര്യമല്ല, സുകുമാർ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് ഇതൊരു തെലുഗു സിനിമയായിട്ട് കൺസീവ് ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ആ പുഷ്പ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും നിങ്ങൾ കണ്ടു, അതൊരു പക്ക തെലുഗു സിനിമ തന്നെയാണ്. അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും അത് തെലുഗു സിനിമയുടെ ഫ്ലേവറുകളിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നീട് പ്രൊഡക്ഷൻ ഹൗസ് പറയാണ് അല്ലു അർജുൻ എന്ന് പറയുന്ന നടന് അദ്ദേഹം പാൻ ഇന്ത്യൻ സിനിമകൾ, ഈ പറഞ്ഞ സോക്കോൾ പാൻ ഇന്ത്യൻ സിനിമകൾ ചെയ്തിട്ടില്ല. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിനുണ്ടായൊരു ഫാൻ ഫോളോയിങ്, അതായത് അദ്ദേഹത്തിൻ്റെ ഡബ്ഡ് സിനിമകൾ മലയാളികൾക്കറിയാം. മലയാളികൾ ഒരു പോയിന്റിൽ പോലും അദ്ദേഹം ഒരു തെലുഗു ഹീറോ ആണെന്ന് കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം ഇതുപോലത്തെ ഡബ്ഡ് സിനിമകൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇറങ്ങി അതിനുണ്ടാക്കിയൊരു ഓളം. കാരണം വെച്ചാൽ നമുക്കതൊരിക്കലും ഒരു അന്യഭാഷാ സിനിമയാണ് എന്ന് ഫീൽ ചെയ്തില്ല അദ്ദേഹത്തിൻ്റെ സിനിമ. എസ്പെഷ്യലി അത് മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറങ്ങുന്നതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കാരണം. പിന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു മലയാള സിനിമ ആ ടൈമിൽ നമുക്ക് ആ പറയുന്ന പോലെ ഒരു സോ കോൾഡ് യൂത്ത് ആൾക്കാരില്ലായിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ ഇങ്ങനത്തെ കോളേജ് ക്യാമ്പസ് സ്റ്റോറീസൊക്കെ വളരെ കുറവാണ്. അതിന് അല്ലു അർജുനാണ് അത് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന പോലെ ഇന്നത്തെ ടൊവിനോയോ അല്ലെങ്കിൽ DQ അല്ലെങ്കിൽ നിവിനോ ആ സമയത്തൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു യങ് ജനറേഷൻ ഇല്ല. ഉണ്ട്, എന്നാൽ പോലും കുറച്ച് സീനിയർ ആക്ടേഴ്സാണ് ആ സമയത്ത് ഈ കേരളത്തിലുണ്ടായിരുന്നത്. ആ സമയത്ത് അല്ലു അർജുൻ വരുന്ന ഇവിടെ ഓളം ഉണ്ടാക്കുന്നു. ഈ സെയിം കാര്യം നടന്നിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലും. അത് നടന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഡബ്ഡ് വേർഷൻസ് ഹിന്ദി സിനിമകൾ യൂട്യൂബിൽ അവൈലബിൾ ആയിരുന്നു. അതായത് യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു സരൈനോഡു എന്ന് പറയുന്ന സിനിമ, നമ്മുടെ യോദ്ധാവ് എന്ന് പറയുന്ന സിനിമ ഭയങ്കരമായ റെക്കോർഡ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് 100 മില്യണൊക്കെ അപ്ലോഡുകൾക്ക് പോലും 100 മില്യണൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഫസ്റ്റ് 100 100ൽ കൂടുതലാണ്, 300-400 മില്യണൊക്കെ വന്നിട്ടുണ്ട്. അത് അപ്ലോഡ് ചെയ്ത് എന്തോ കാരണങ്ങൾ കൊണ്ട് അവർ റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ അപ്ലോഡ് ചെയ്ത് പിന്നെ അങ്ങനെ 3-4 തവണയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തെല്ലാം ഈ സിനിമ 300 മില്യണൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ അല്ലു അർജുൻ്റെ സിനിമകൾ മാത്രമല്ല, ഒരുപാട് തെലുഗു ഹീറോസിൻ്റെ ഒരുപാട് സിനിമകൾ അങ്ങനെ എല്ലാ ആൾക്കാരും ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ടൈമിൽ. സോ അതിൻ്റെ പ്രൊഡക്ഷൻ പുഷ്പ അനൗൺസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഹൗസ് മൈത്രി മൂവി മേക്കേഴ്സ് തീരുമാനിക്കുകയാണ് അല്ലു അർജുന് ഈ നോർത്ത് ഇന്ത്യയിലും മാർക്കറ്റുണ്ട്, സോ നമുക്കതിനെ ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വേണം കൺസീവ് ചെയ്യാൻ എന്ന് പറയുന്നു. അത് അനൗൺസ് ചെയ്ത സമയത്തും ആ പടം അല്ലു അർജുൻ്റെ കരിയറിലെ ഫസ്റ്റ് പാൻ ഇന്ത്യൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ബാക്കിയുള്ള ടൈമിൽ മലയാളം തെലുഗുമായിട്ടാണ് മോസ്റ്റ്ലിയുള്ള എല്ലാ സിനിമകളും അനൗൺസ് ആയിക്കൊണ്ടിരുന്നത്. മലയാളം എന്തായാലും ഉണ്ട്, അത് തെലുഗു സിനിമയാണെങ്കിലും അല്ലു അർജുൻ്റെ സിനിമ മലയാളമായിട്ട് കൺസിഡർ ചെയ്തിട്ട് അതിനെ നമ്മൾ അങ്ങനെ പോലും കാറ്റഗറി ചെയ്യേണ്ടാത്ത ഒരു സമയം ഉണ്ടായിരുന്നു.
പക്ഷേ പുഷ്പ എന്ന് പറയുന്ന സിനിമ ഫസ്റ്റ് ടൈം അല്ലു അർജുൻ്റെ കരിയറിലെ ഫസ്റ്റ് പാൻ ഇന്ത്യൻ സിനിമ. അത് അനൗൺസ് ആയ സമയത്ത് 2022 2020 ആ 2019 ഈ സിനിമ അനൗൺസ് ആകുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ ഭാഷകളിലും ഇറങ്ങാൻ പോകുന്ന ഫസ്റ്റ് അല്ലു അർജുൻ സിനിമ. പക്ഷേ ആ സിനിമ കണ്ടൻറ് വൈസ് നോക്കിക്കോ, അതൊരു തെലുഗു സിനിമയുടെ ട്രീറ്റ്മെൻറ്റാണ് അതിന് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒരു തെലുഗു സിനിമയ്ക്ക് വേണ്ടത്, പക്ക കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് എന്തൊക്കെ രീതിയിൽ വേണം, അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഡയറക്ടർ അത് സമ്മതിച്ചിട്ടുണ്ടോ? ഓക്കെ, ഈ ഒരു സിനിമ ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ്റെയും ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത കണ്ടിട്ട് അതിനെ പിന്നീട് അവരൊന്നും ചെയ്തിട്ടില്ല. എന്താണോ പുള്ളി എടുക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ മാറ്റങ്ങൾ വരുത്തും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കതൊരിപ്പോഴും ഒരു തെലുഗു സിനിമയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഫീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, അത്രയും വലിയൊരു ബിസിനസ് ഉണ്ടായിട്ടും. ഇതാണ് ഇപ്പോഴത്തെ ഇത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയണമെന്ന് പോലും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പം റീസെൻ്റ്ലി വന്ന സോക്കോൾഡ് പ്രഭാസ് അദ്ദേഹം നായകനായ രാജാ സാബ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലർ ഇല്ലാതെ പറയാം. ആ സിനിമയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റും പക്ക ഒരു തെലുഗു സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. അതെങ്ങനെ പാൻ ഇന്ത്യൻ സിനിമയായെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന് അറിയപ്പെടുന്ന പ്രഭാസ് നായകനായതുകൊണ്ട് മാത്രമാണ്. സോ ഇങ്ങനെ നായകന്മാരോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരോ വന്നതുകൊണ്ട് മാത്രമാണ് ഈ സിനിമകളൊക്കെ പാൻ ഇന്ത്യൻ സിനിമ ഇത്രയും വലിയൊരു ബിസിനസ് വരുന്നത്. ഇനീഷ്യൽ എന്ന് പറയുന്നത് ഈ പറയുന്ന പടങ്ങൾക്ക് നമുക്ക് മലയാളത്തിലുള്ള സിനിമകൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ര ഇനീഷ്യലാണ്. അല്ലെങ്കിൽ മലയാള പടത്തിൻ്റെ ഒരു ഫുൾ ടൈം റണ്ണൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഡേയിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ കൊണ്ടോ ഒക്കെ കിട്ടുന്ന. അത്ര റീച്ചാണ്, അത്രയും വലിയ വൈഡ് റിലീസുകളായിട്ടാണ് വരുന്നത്. ഇനി നമ്മുടെ രാജമൗലിയുടെ കാര്യം തന്നെ എടുക്കാം. സോ അദ്ദേഹമാണ് കുറച്ചുകൂടി ഈ പറയുന്ന ഇപ്പോൾ പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന് പറയുന്നത് പുഷ്പയുണ്ട്, സലാർ 1 and 2 ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ കൽക്കി എന്ന് പറയുന്ന സിനിമയുണ്ട്, രാധേശ്യാം, സാഹോ, ഈ പറയുന്ന പ്രഭാസിൻ്റെ എല്ലാ സിനിമകളും ഇതിന് ശേഷം. പിന്നെ ബാക്കിയുള്ള യഷിനെയും വരാൻ പോകുന്ന ടോക്സിക്കൊക്കെ പാൻ ഇന്ത്യൻ സിനിമയായിരിക്കുന്നത് അവരുടെ സ്റ്റാർഡം കൊണ്ട് മാത്രമാണ്. ടോക്സിക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് ഇനിയും ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ അറിയാം. ടോക്സിക് എങ്ങനെയാണ്, ഒരു പാൻ ഇന്ത്യൻ സിനിമയാണോ അതോ ജസ്റ്റ് ഒരു വൈഡ് റിലീസ് യഷ് എന്ന് പറയുന്ന നടൻ്റെ ഒരു സ്റ്റാർഡം കൊണ്ട് മാത്രമാണോ അതൊരു പാൻ ഇന്ത്യൻ സിനിമ എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ അറിയാം. ഇപ്പം മലയാളത്തിലെടുക്കുമ്പോൾ എക്കോ എന്ന് പറയുന്ന സിനിമ എടുക്കാം. എക്കോ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഏത് സംസ്ഥാനത്ത് കൊണ്ടുവന്ന് ഡബ് ചെയ്തിറക്കിയാലും അതിൻ്റെ ആ കണ്ടൻറ്റിൻ്റെ റീച്ച് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടൻറ്റിനെ ആണ് എപ്പോഴും ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് മാറ്റേണ്ടത്. പക്ഷെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റാർ പവർ മാത്രം യൂസ് ചെയ്തിട്ട് ഓക്കെ ലെറ്റ്സ് ഡു എ ഫിലിം. ഇപ്പോൾ ആദിപുരുഷ് എന്ന് പറയുന്ന രാമായണ സിനിമയെ ഇൻസ്പയർഡ് ആയിട്ട് രാമായണമാണോ രാമായണം അല്ലേ ആണെന്ന് പറയുന്ന രീതിയിലൊരു സിനിമ വരുന്നു. അതും പ്രഭാസ് എന്ന് പറയുന്ന നടൻ്റെ സ്റ്റാർഡം യൂസ് ചെയ്തിട്ട് മാത്രമാണ്. നമ്മൾ പറഞ്ഞു വന്നത് രാജമൗലി, അദ്ദേഹത്തിൻ്റെ ബാഹുബലി ഇറങ്ങിയതിന് ശേഷം വരുന്ന സിനിമയാണ് RRR. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് തന്നെയാണ്. എവിടെ വരെ ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. ആ സിനിമ എനിക്കിപ്പോൾ 100 തവണ കാണണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഞാൻ 100 തവണ വേണമെങ്കിലും ഇരുന്ന് കാണും. പക്ഷേ സെക്കൻഡ് ഹാഫിലെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും രാജമൗലിയുടെ പടത്തിനെ ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിലിനെ പറ്റി സംസാരിക്കാൻ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പറ്റി സംസാരിക്കാൻ പോലും ഒരു മനുഷ്യനല്ല. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടത് പറയണ്ട. എന്നാൽ പോലും ആസ് എൻ ഓഡിയൻ ഞാനൊരു 225 രൂപ കൊടുത്ത് ആ സിനിമ കണ്ട വ്യക്തി എന്നൊരു രീതിയിൽ എനിക്ക് സെക്കൻഡ് ഹാഫ് ഒരു തെലുഗു സിനിമയാണ്. സെക്കൻഡ് ഹാഫ് ഒരു തെലുഗു സിനിമയുടെ ട്രീറ്റ്മെൻ്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി ക്ലൈമാക്സിനോട് അടുത്ത് വരുന്ന സീക്വൻസുകളും ക്ലൈമാക്സും എല്ലാം ആ സിനിമ അങ്ങനെ ആയിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതും. അങ്ങനെ മാത്രമായിരിക്കാം ആ സിനിമ ആസ് എ ഫിലിം മേക്കർ അദ്ദേഹം ചെയ്തുകൊണ്ടാണ് അത് അങ്ങനെയെങ്കിലും ഇരിക്കുന്നതെന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ വേറെ ആര് ചെയ്താലും അത് കുളവായി ഇല്ലാതായി പോകേണ്ട സിനിമയാണ്. പക്ഷേ രാജമൗലി ഈ പറയുന്ന പോലെ ഇപ്പോൾ അവതാർ എന്ന് പറയുന്ന സിനിമയുടെ അവതാറിൻ്റെ കഥ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ തോന്നും ഒരുപാട് സ്ഥലത്ത്. പക്ഷേ അതിൻ്റെ മേക്കിംഗ് കൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. വെച്ചാൽ അമ്മാതിരി അങ്ങനെയാണ് അതിൻ്റെ വിഷ്വലൈസേഷനും അങ്ങനെയാണ് ജെയിംസ് കാമറൂൺ അത് കൺസീവ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് നമുക്ക് അതിനെ വിമർശിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ RRR എന്ന് പറയുന്ന സിനിമ. ആ സിനിമ വേറെ ആര് ചെയ്തിരുന്നെങ്കിലും
അതൊരു മറ്റൊരു വലിയൊരു ദുരന്തമായി മാറാൻ ചാൻസ് ഉള്ള സിനിമയായി മാറിയതാണ്, മാറേണ്ടിയിരുന്നതാണ്. പക്ഷേ രാജമൗലി എന്ന് പറയുന്ന ക്രാഫ്റ്റ്മാൻ ചെയ്തുകൊണ്ട് മാത്രമാണ് അതൊരു ഓക്കെ എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഓഫ് കോഴ്സ് ഞാൻ പറയുന്നുണ്ട് അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സോ ഇനിയും പറയേണ്ടത് നമ്മുടെ KGF 1 and 2. KGF 1 and 2 ഒന്നും പറയാനില്ല. അതിനകത്ത് നമ്മൾ വന്ന ഒരാളെന്ന് പറയുന്നത് യശ് വന്നു, രവി ബാസൂർ എന്ന് പറയുന്ന ഒരു ടെക്നീഷ്യൻ വരുന്നു, നമ്മുടെ പ്രശാന്ത് നീൽ എന്ന് പറയുന്ന ഡയറക്ടർ വരുന്നു. അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടാണ് അദ്ദേഹത്തിനൊരു വലിയൊരു ഫാൻ ഫോളോയിങ് വന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ മേക്കിംഗ്, ഇപ്പോൾ സലാർ ആയിക്കോട്ടെ, സലാർ അദ്ദേഹം തന്നെ ചെയ്തൊരു സിനിമയുടെ വേറൊരു വേർഷൻ അദ്ദേഹം ചെയ്തു. അതും അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് അതിനൊരു പാൻ ഇന്ത്യൻ ഡെഫിനറ്റ്ലി സ്വഭാവമുണ്ട്. അത് ഒരു പരിധിവരെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയൊരു സിനിമയാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ. വൺ ഓഫ് മൈ ഫേവറേറ്റ് സിനിമയാണ്. ആ സിനിമ പോലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഇനി സംഭവിക്കുമോ എന്നുള്ളതിന് കൽക്കി 2 തന്നെ വരണം. അത്രയും വലിയൊരു സ്കെയിലിൽ ആ ഒരു സിനിമ, അത്രയും ഒരു ലിമിറ്റഡ് ബഡ്ജറ്റ് അക്കോർഡിംഗ് ടു മറ്റ് കൺട്രീസിൽ എടുക്കുന്ന ഒരു സിനിമയുടെ ബഡ്ജറ്റ് വെച്ചിട്ട് അത് വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനും ഫ്ലോസൊക്കെ ഉണ്ട്. ഒരു പോയിന്റിൽ അതൊരു തെലുഗു സിനിമയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. എന്നാൽ പോലും ആ സിനിമ അവർ കൺസീവ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരിക്കലും അതൊരു മോശം പാൻ ഇന്ത്യൻ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന സിനിമയാണ് ഒരിക്കലും പറയില്ല. ഡെഫിനറ്റ്ലി കൽക്കി എന്ന് പറയുന്ന സിനിമ ഇതിനൊക്കെ ഇതാണ്. ഇനി വരാൻ പോകുന്ന ഒരുപാട് സിനിമകളുമുണ്ട്. അതിനൊക്കെ ഈ സ്റ്റാർഡമാണോ ഇതിൻ്റെ കാരണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സാധ്യത മാത്രമാണോ എന്നുള്ളതാണ് എപ്പോഴത്തെയും ക്വസ്റ്റ്യൻ. അവിടെ ആ ഒരു പ്രശ്നം മാത്രമാണ് ഈ പാൻ ഇന്ത്യൻ സിനിമകളിലൊരു സ്കാമായി മാറുന്നുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആ ഒരു കണ്ടൻറ് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു റിലീജിയസ് കൺസെപ്റ്റ് ഇതിനകത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി. എല്ലാ ആൾക്കാർക്കും കണക്റ്റ് ആകും. ഓക്കെ, അതിനകത്ത് നിന്ന് കുറച്ച് ഭക്തി കൊണ്ടുവന്നേക്കാം, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടൊരു കാര്യങ്ങൾ കൊണ്ടുവന്നേക്കാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാമായണ എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്. സോ രാമായണം നമ്മൾ ഒരുപാട് വേർഷൻസ് കണ്ടിട്ടുണ്ട്. സോ അത് ബിസിനസ് അതൊരു സിനിമയാകുമ്പോൾ ഡെഫിനറ്റ്ലി ബിസിനസ്സാണ്. അതിനെ ഭക്തി എന്നുള്ളതൊക്കെ മാറ്റി നിർത്തണം. അതിനെപ്പറ്റി നമ്മൾ പറയുന്നത് ഞാൻ ഒരു പരിധിക്ക് അപ്പുറത്തോട്ട് പറയുന്നില്ല. എന്നാൽ പോലും ആ ഒരു രാമായണ എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടേക്ക് വരുമ്പോൾ അതിനകത്ത് അവർ സെല്ല് ചെയ്യാൻ പോകുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ അതൊരു റിലീജിയസ് ആയിട്ടൊരു കാര്യമാണ്. സോ അതിനൊരു പാൻ ഇന്ത്യൻ റീച്ച് ഉണ്ട്, എല്ലാ ആൾക്കാർക്കും അത് കണക്റ്റ് ആവും. പിന്നീട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്ന കഥകൾ. ഇപ്പോൾ റീസെൻ്റ്ലി ഭയങ്കര ഹിറ്റായി ഇന്ത്യയിൽ എടുക്കുന്ന അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങുന്ന പോയിൻ്റ് വരെ അതൊരു ദുരന്തമാകും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിനിമകളിൽ കളക്ഷൻ കിട്ടിയ സിനിമകളിലൊന്നായ ദുരന്തർ എന്ന് പറയുന്ന സിനിമ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള വളച്ചൊടിക്കലോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും ആസ് എ ഫിലിം അവരത് ചെയ്തിരിക്കുന്നത്, അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതും എല്ലാം റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന ഒരു ചലച്ചിത്ര ആവിഷ്കാരം എന്ന രീതിയിലാണ്. അതൊരു പരിധി വരെ അവരത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആസ് എ ഫിലിം മേക്കർ അദ്ദേഹം, അതിൻ്റെ സംവിധായകൻ വളരെ നീറ്റായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു പാൻ ഇന്ത്യൻ സിനിമകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ്. ഈ പറയുന്ന പോലെ ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ്, അതാകുമ്പോൾ എല്ലാ ആൾക്കാർക്കും അത് കണക്റ്റ് ആവും. അല്ലാത്ത പക്ഷെ ഒരു ഒറിജിനൽ സ്റ്റോറി ആയിട്ട് ഒരാൾ വരുന്ന സമയത്ത് ഓക്കെ ഇതിനകത്ത് അല്ലു അർജുനാണ് നായകൻ, എന്നാൽ പിന്നെ നമുക്ക് എല്ലാ ഭാഷയിലും അങ്ങ് ഇറക്കിയേക്കാം. എന്നിട്ട് അതിനെ എടുക്കുന്നത് ഒരു തെലുഗു സ്റ്റേറ്റിന് വേണ്ടി മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തമിഴിലൊരു സൂര്യയെ പോലൊരു വലിയൊരു നടന് വരുന്നു. ഓക്കെ, സൂര്യ എല്ലാവർക്കും അറിയാം, എന്നാൽ നമുക്ക് ഈ കഥ സൂര്യ വെച്ച് ചെയ്യിപ്പിക്കുമ്പോൾ എന്നാൽ ഇന്ത്യ മുഴുവൻ അങ്ങ് പറയിച്ചേക്കാം. പക്ഷേ അത് കണ്ടൻറ് വൈസ് ഒന്നുമില്ല. ടോട്ടൽ ഒരു ക്ലീഷേ ആയിട്ടുള്ളൊരു കഥയും അതിൻ്റെ ഇപ്പം അറ്റ്ലീസ്റ്റ് ഒരു മേക്കിംഗ് പോലും ഒരു ഭയങ്കര നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ആ സൂര്യ ഉള്ളത് കൊണ്ട് അത് പാൻ ഇന്ത്യൻ ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ വിജയ് അദ്ദേഹമില്ല, എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനി നിയർ ഫ്യൂച്ചറിലൊന്നുമില്ല. അദ്ദേഹത്തിന് സ്റ്റാർഡം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഓക്കെ എന്നാൽ ഒന്ന് വൈഡ് റിലീസ് ചെയ്യാം. സോ അങ്ങനെയാണ്. ഇപ്പം ഇനിയും വരാൻ പോകുന്ന സിനിമകൾ പറയുകയാണെങ്കിൽ ഇപ്പം അല്ലു അർജുൻ സിനിമ, അത് ഭയങ്കര ആൻസിപ്പേറ്റഡ് ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന ഇപ്പം കറൻ്റ്ലി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. പാൻ വേൾഡ് നമ്മളങ്ങനെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള മേക്കിംഗ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ റെഫറൻസുകളില്ലാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രോഡക്റ്റോ അതിൻ്റെ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ അവർ
റൂമേഴ്സ് എന്ന് പറയപ്പെടുന്നത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും വലിയൊരു സിനിമയാണ് വരുന്നത്. പക്ഷേ അല്ലിയെ പോലൊരു വലിയൊരു ടെക്നീഷ്യൻ, അല്ലു അർജുനെ പോലൊരു വലിയൊരു സ്റ്റാർ, പിന്നെ അതിനകത്ത് ഒരുപാട് മറ്റ് സ്റ്റാർസും ഉണ്ട്. സോ അവരുടെയൊക്കെ സ്റ്റാർഡം യൂസ് ചെയ്യുന്നതിന് പകരം ആ കണ്ടൻറ്റിലാണ് അവർ വിശ്വസിക്കുന്നത്. സോ ആ കണ്ടൻറ്റിൽ ഇവരൊക്കെ വേണം എന്നുള്ളത് കൊണ്ടാണ് അവരതങ്ങനെ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വരുന്ന സിനിമകൾക്ക് ഇവിടെ അങ്ങനെയുള്ള സിനിമകൾ വരണം. എന്നാൽ മാത്രമേ ഈ പറയുന്ന പോലെ നമ്മൾ ഈ പാൻ ഇന്ത്യൻ സിനിമകളുണ്ട്, കളക്ഷനുണ്ട്, ഫസ്റ്റ് 100 കോടി, ഫസ്റ്റ് 100 കോടിക്കകത്ത് വലിയ കാര്യമൊന്നും ഇപ്പോൾ ഇല്ല. അത്രയും വലിയ എത്ര തിയേറ്ററിലാണ് ഇപ്പോൾ റിലീസ് ചെയ്യുന്നത്, ഒരു ദിവസം എത്ര ഷോ ഉണ്ടെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫസ്റ്റ് ഡേ അത്രയും വലിയ വൈഡ് റിലീസൊക്കെ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ഡേ 200 കോടി രൂപ കിട്ടി. ഓ കിടിലം പടം. ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ അത്രയും വലിയ പണ്ടത്തെ പോലെ 100 ദിവസം ഓടിയാൽ മാത്രമേ പടത്തിന് ഇത്രയും വലിയ ഒരു കളക്ഷൻ കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അത്രയും വൈഡ് റിലീസുകൾ വന്നു, അതുപോലെ ഷോകളുടെ എണ്ണം കൂടുതലാണ്, അതുപോലെ തിയേറ്റേഴ്സിൻ്റെ എണ്ണം കൂടി. അങ്ങനെ വരുന്ന സമയത്ത് ഈ ബിസിനസ് സാധ്യത മാത്രം കണ്ടുകൊണ്ട് ചെയ്യുന്നതിന് പകരം ഇതുപോലെയുള്ള കണ്ടൻറ്റിൽ വിശ്വസിച്ച് ഒക്കെ ഈ ഒരു കണ്ടൻറ്റ് ഇപ്പം മലയാളത്തിൽ നിന്നാണ് ഒരു പോയിന്റിൽ മലയാളത്തിന് ഒരുപാട് പേര് മലയാളത്തിനൊരു പരിധിക്കപ്പുറത്തോട്ട് പേര് കിട്ടുന്നത്, ഇൻക്ലൂഡിങ് മലയാളീസ് വരെ. മലയാളത്തിൽ കണ്ടൻറ്റ് വരുന്നുണ്ട്, എന്തേ 500 കോടി പടം, എന്തേ 1000 കോടി പടം, എന്തേ 5000 കോടി പടം, എന്തേന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കണ്ടൻറ്റ് വൈസ് ഇവർ ഈ പറയുന്ന പോലെ ഒരു പടം ചെയ്യാൻ ഇപ്പോൾ എക്കോ പോലൊരു സിനിമ മറ്റൊരു ഇൻഡസ്ട്രിയിൽ എടുത്ത് കാണിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പിന്നെയും നമ്മൾ ഹിന്ദി സിനിമകളെ ഒരു പരിധിക്കപ്പുറത്തോട്ട് നമ്മൾ കളിയാക്കാറുണ്ട്. ഈ പറയുന്ന പോലെ എന്താ ഹിന്ദി സിനിമകൾ അറിയാമല്ലോ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടെ നിന്ന് നല്ല നല്ല കുഞ്ഞു സിനിമകൾ, ഇപ്പം സൂപ്പർ ബോയ്സ് ഫ്രം മഡഗാവ് എന്നൊക്കെ പറയുന്ന സിനിമകൾ അല്ലേ, അങ്ങനെ പ്രൊനൗൺസ് വാക്ക് മറന്നുപോയി, അങ്ങനത്തെ സിനിമകൾ, ഹോം ബൗണ്ട് പോലുള്ള സിനിമകൾ, അല്ലെങ്കിൽ ലാപ്പത്ത ലേഡീസ് പോലുള്ള സിനിമകൾ, കണ്ടൻറ് ഓറിയൻറ്റഡ് സിനിമകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഈ മൊത്തത്തിലൊരു അടിച്ചമർത്തലുള്ളത് കൊണ്ട്, അല്ല നമ്മളത് അംഗീകരിച്ച് കൊടുക്കാത്തത് കൊണ്ട് ഉണ്ട്. പക്ഷേ അവരാണ് പിന്നെയും കുറച്ചുകൂടി ഒരു കണ്ടൻറ്റ് പിടിച്ച് സിനിമകൾ ചെയ്യുന്നുണ്ട്, എക്സ്പെരിമെൻ്റ് സിനിമകൾ ചെയ്യുന്നുണ്ട്, തമിഴിൽ എക്സ്പെരിമെൻ്റ് വരുന്ന സിനിമകൾ വരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ തമിഴിലൊക്കെ വരുന്ന സിനിമകൾക്ക് ഒരു പരിധിയിലപ്പുറത്തോട്ട് റീച്ച് വരുന്നില്ല. കാര്യം അവരങ്ങനെ ഒരു പരിധിക്കപ്പുറത്തോട്ട് മാർക്കറ്റ് ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില സിനിമകൾ അൺവാണ്ടഡ്ലി ഭയങ്കരമായിട്ട് വലിയ എന്തോ സംഭവമാണെന്നും പറഞ്ഞ് മാർക്കറ്റ് ചെയ്യും. എന്നാൽ വേണ്ടൊരു സിനിമയ്ക്ക് വേണ്ട ഈ പറയുന്ന പോലെ മാർക്കറ്റിംഗ് ഒക്കെ പ്രശ്നമായിട്ട് ഈ പറയുന്ന സിനിമകളൊക്കെ വേണ്ടാത്ത രീതിയിൽ ആളുകളിലേക്ക് എത്താതെയും പോയിട്ടുണ്ട്. അത് എടുത്തു പറയണം. ഈ കണ്ടൻറ്റിൽ അവർ വിശ്വസിക്കുന്ന സ്റ്റാർസിൻ്റെ ഇതും അല്ലെങ്കിൽ ഈ പടം മോശമായി കഴിയുമ്പോഴത്തേക്ക് റിവ്യൂവേഴ്സ് കാരണമാണ് ഈ പടം അവർ പ്രോപ്പർലി ആ ഒരു ഇതിനെ മാർക്കറ്റ് ചെയ്യണം. അതിന് എന്ത് കാര്യമാണെങ്കിലും വേർഡ് ഓഫ് മൗത്തിൽ മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. ഒരു ചില സിനിമകൾ അങ്ങനെ ഇത് വലിയൊരു സംഭവം വരുന്നുണ്ടെന്നുള്ളത് കൊടുക്കണം. അതിപ്പം ഏറ്റവും വലിയ എക്സാമ്പിൾ ഇന്ത്യയിലുള്ള എല്ലാ ഫിലിം മേക്കേഴ്സും രാജമൗലിയെ തന്നെയാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇൻക്ലൂഡിങ് ഇപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, RRR എന്ന് പറയുന്ന സിനിമ അനൗൺസ് ആകുന്ന സമയത്ത് രാജമൗലി, രാംചരൺ ആൻഡ് NTR ഇവർ 3 പേര് സോഫയിലിരിക്കുന്നൊരു പടമാണ് അവർ ഫസ്റ്റ് ടൈം പോസ്റ്റ് ചെയ്യുന്നത്. ഇവർ 3 പേര് ഒരു സോഫയിലിരിക്കുന്നു. അതിന് അദ്ദേഹം ഇട്ടിരുന്നൊരു ഹാഷ്ടാഗാണ് #RRR. ഒന്നുമില്ലാതെ അദ്ദേഹം ഈ രാംചരണിൻ്റെ R, ജൂനിയർ NTRൻ്റെ താരക് റാവു എന്നുള്ളതിൻ്റെ R എടുക്കുന്നു, രാജമൗലിയുടെ അതിനകത്തുനിന്നും R എടുക്കുന്നു. അങ്ങനെ ഒരു 3 R വരുന്നു. പിന്നീട് ആ സിനിമയുടെ ഒരു സാധ്യത മനസ്സിലാക്കി അദ്ദേഹം ആ ഒരു സിനിമയുടെ പേരും അങ്ങനെ തന്നെ ആക്കി. അത് എല്ലാ ആൾക്കാർക്കും ഓൾറെഡി കണക്റ്റായി, ഇനി ആ സിനിമയ്ക്ക് അങ്ങനെയാണ്. സോ അദ്ദേഹം അങ്ങനത്തെ ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് മാർക്കറ്റ് ചെയ്യുന്നത് അൺവാണ്ടഡ്ലി. അദ്ദേഹം ഒരു കാര്യത്തിന് നിങ്ങൾ ഈ തിയേറ്ററിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത മറ്റേ തിയേറ്റർ കുലുങ്ങുമെന്നൊന്നും പുള്ളി പറയില്ല. പുള്ളി പക്ഷേ കണ്ടൻറ്റിൽ എപ്പോഴും വിശ്വസിക്കും. ആ കണ്ടൻറ്റിൽ പുള്ളി വിശ്വസിക്കും. പുള്ളിക്കറിയാം അതിന് കിട്ടേണ്ട ഒരു ഇതിന് ഇത്ര രൂപയാണ്, അതിനെ പുഷ് ചെയ്തിട്ടാണ് പുള്ളി കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. പറയുമ്പോൾ ഭയങ്കര ഇതാണെന്ന് പറഞ്ഞാൽ പോലും പുള്ളിയുടെ ഒരു മാർക്കറ്റ് കൂട്ടിയാണ് പുള്ളി ഇപ്പോൾ പുള്ളി ചെയ്യുന്ന സിനിമ വാരാണസി എന്ന് പറയുന്ന സിനിമയുടെ ബജറ്റ് എന്ന് പറയുന്നത് RRR എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷനേക്കാൾ കൂടുതലാണ്. സോ അദ്ദേഹത്തിന് അറിയാം അത്രയും വലിയ റിസ്ക് ആണ്. സോ ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ മാത്രം അത് മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ബാഹുബലിയുടെ ഡയറക്ടർ എന്നും പറഞ്ഞിട്ട് ഇന്ത്യയിൽ മാത്രമാണ് ആ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഈ പറയുന്ന സാധനം അച്ചീവ് ചെയ്യാൻ പറ്റില്ല. സോ അതിൻ്റെ മാർക്കറ്റിംഗ് നിങ്ങളെല്ലാം നോക്കിക്കൂ. അതിൻ്റെ ഫസ്റ്റ് തൊട്ടേ അതിന് ഇംഗ്ലീഷ് ചാനലുകളിൽ, യൂട്യൂബ് ചാനലുകളിലായിക്കോട്ടെ, അല്ലാത്ത ചാനലുകളിലൊക്കെ ഇൻ്റർവ്യൂസ് കൊടുക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് ഇൻ്റർവ്യൂസ് വരാൻ തുടങ്ങി. പിന്നെ ഡെഫിനറ്റ്ലി അദ്ദേഹം RRRൻ്റെ സമയം തൊട്ടേ
അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ജെയിംസ് കാമറോനെ പോലുള്ള അവരൊക്കെയാണ് അതിൻ്റെ ഇപ്പോൾ ഒരു സിനിമ വരുന്ന സമയത്ത് അവരിലൂടെയൊക്കെയാണ് ഇത് ലോകം മൊത്തം അറിയാൻ പോകുന്നത്. സോ ഇന്ത്യയിലുള്ളൊരു പ്രോഡക്റ്റ് എങ്ങനെ സെല്ല് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അതറിയുന്നതിൽ ഉപരി നമ്മൾ എടുത്തു പറയേണ്ടത് അദ്ദേഹം കൊണ്ടുവരുന്ന കണ്ടൻറ്റും അങ്ങനെയാണ്. അല്ലാതെ ഇപ്പം നോർമൽ ഒരു കുഞ്ഞൊരു സാധനത്തിനെ അദ്ദേഹം RRRൻ്റെ മനസ്സിലുണ്ട്, എന്നാൽ പോലും അങ്ങനെയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം വാരണാസി പോലൊരു സിനിമയിൽ അദ്ദേഹം ഒരിക്കലും ആ ഒരു രീതിയിൽ അങ്ങനെ ഇൻ്റർനാഷണലി ഒരു സാധനം കണക്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. എപ്പോഴും പറയാറുണ്ട് നമ്മൾ പ്രിയദർശൻ സാറിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. പ്രിയദർശൻ സാറിനെ ഒരു പരിധിക്കെങ്കിലും ആളുകൾ കളിയാക്കാറുണ്ട്. അദ്ദേഹം റീമേക്കുകൾ ഒരുപാട് സിനിമകൾ റീമേക്ക് ചെയ്ത് മീൻസ് അഡാപ്റ്റേഷൻ ഒരുപാട് സിനിമകൾ അഡാപ്റ്റേഷൻസ് ചെയ്യാറുണ്ട്. അതിന് അത് വലിയൊരു എന്താണ് ഒരു ആർക്കും അറിയാത്ത രഹസ്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കഥയെ വേറെ കൾച്ചറിൽ കിടക്കുന്ന ഒരു ഇംഗ്ലീഷ് സിനിമ അല്ലെങ്കിൽ ഒരു കൊറിയൻ സിനിമ അല്ലെങ്കിൽ ഒരു ജാപ്പനീസ് സിനിമ അവരുടെ കൾച്ചറിലാണ് അത് കിടക്കുന്നത്. അതിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു, കേരളത്തിൻ്റെ കൾച്ചറിലേക്ക് ഇതിനെ മൊത്തത്തിൽ മാറ്റിയതിന് ശേഷം ആ കഥ പറയാമെന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ ലോകത്ത് ഇഷ്ടം പോലെ ഭാഷകളുണ്ട്, ഇഷ്ടം പോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. അതിനെല്ലാം നമുക്ക് ഇവിടോട്ട് എടുത്തിട്ട് റീമേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ചെയ്യില്ല. കാര്യം എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പാടാണ്. ഒരു ഒറിജിനൽ സ്റ്റോറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു തലവേദനയാണ് ഇതുപോലുള്ള അഡാപ്റ്റേഷൻ വെച്ചിട്ട് സിനിമകൾ ചെയ്യാൻ. സോ അതൊരു പരിധിക്കപ്പുറത്തോട്ട് അദ്ദേഹം എന്താണ് ഭയങ്കരമായിട്ട് വിജയിച്ച ഒരാളാണ് പ്രിയദർശൻ എന്ന് പറയുന്നത്. അദ്ദേഹം പോലുള്ളൊരു ലെജൻഡറി ആൾക്ക് അദ്ദേഹം ഒറിജിനൽ സ്റ്റോറീസും എഴുതിയിട്ടുണ്ട്, അത് എടുത്ത് പറയണം. എന്നാൽ പോലും അത് ചെയ്യുന്ന പോലെ തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന സിനിമകളും ചെയ്തിട്ടുള്ളത്. സോ അതിനെല്ലാം ഒരു ഗ്ലോബലി അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇപ്പോൾ പാൻ ഇന്ത്യ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ആൾക്കാർക്കും അത് കണക്റ്റ് ആകാൻ വേണ്ടി ഒരു സമയത്ത് അദ്ദേഹമൊക്കെ ചെയ്തിരുന്നത് മലയാളത്തിലുള്ള സിനിമകൾ ഹിന്ദി മാർക്കറ്റ് ഇച്ചിലൂടെ വലുതായതുകൊണ്ട് ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു. അപ്പം മലയാളത്തിലുള്ള എക്സാക്റ്റ് കോപ്പി അല്ല അദ്ദേഹം അവിടെ ചെയ്യുന്നത്. അവിടെ കൾച്ചറിൽ എന്തൊക്കെ മാറ്റം വരുന്നുണ്ടോ അതിനനുസരിച്ച് മാറ്റം വരണം. എപ്പോഴും ഹിന്ദി സിനിമകളെ നമ്മൾ കളിയാക്കുന്നത് ഇവിടെ നിന്നുള്ള സിനിമകൾ അത് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും പോയിട്ടുണ്ട്. ഇപ്പോൾ തെലുഗു തമിഴ് റീമേക്ക് ചെയ്യാറുണ്ട്, തമിഴ് സിനിമകൾ തെലുഗുവിൽ റീമേക്ക് ചെയ്യാറുണ്ട്. സോ അത് കൾച്ചറൽ മാറ്റങ്ങൾ വരുത്തിയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പോൾ ഒരു പരിധിക്കപ്പുറത്തോടെ അതിൻ്റെ സാധ്യത ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി OTTയുടെ വരവോടുകൂടി OTT സിനിമകൾ മോസ്റ്റ്ലി എല്ലാ സിനിമകളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു റീജിയണൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഉള്ളൊരു സിനിമയാണ്, അല്ലെങ്കിൽ ഒരു കൊറിയൻ സിനിമയാണ്, അല്ലെങ്കിൽ തായ് സിനിമയാണെങ്കിൽ പോലും നമുക്കത് ഇംഗ്ലീഷിലും അല്ലെങ്കിൽ നമ്മുടെ മോസ്റ്റ്ലി തമിഴിൽ ഹിന്ദി മോസ്റ്റ്ലി ഉള്ള പടങ്ങൾ ഹിന്ദി ഡബ്ഡൊക്കെ കാണും. അപ്പോൾ എല്ലാവരും ആ ഒരു സാധനം ഇരുന്ന് കാണും. ചില കാര്യങ്ങൾ നമുക്ക് കണക്റ്റ് ആകാറില്ല. അതായത് കൾച്ചറൽ ഡിഫറൻസുകൾ കൊണ്ടും ഇതെന്താണ് ഇങ്ങനെ ഈ ക്യാരക്ടർ ബിഹേവ് ചെയ്യുന്നതൊക്കെ നമുക്ക് തോന്നും. കാരണം വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ല അവർ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു കണക്ഷൻ ഇല്ലായ്മ വരുന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ സിനിമകൾക്കും ഇപ്പോൾ എല്ലാ ഭാഷയിലുള്ള ആൾക്കാർക്കും അങ്ങനെ ഭാഷ പ്രശ്നമോ അല്ലെങ്കിൽ ഭാഷയൊന്നും പ്രശ്നമില്ലാത്ത രീതിയിൽ ആളുകൾ കാണുന്നതാണ്. സോ ഇപ്പോൾ ഒരു ആവറേജ് സ്റ്റോറി ഒരു സ്റ്റാർ കൊണ്ടുവന്നു, ഈ ഒരു അല്ലു അർജുൻ വരുന്നു, അല്ലെങ്കിൽ പ്രഭാസ് വരുന്നു, അല്ലെങ്കിൽ വിജയ് വരുന്നു, അല്ലെങ്കിൽ പൃഥ്വിരാജ് വരുന്നു എന്നൊക്കെ അതുകൊണ്ട് മാത്രം ആ സിനിമയെ മാർക്കറ്റ് ചെയ്യുന്നതിന് പകരം ആ കണ്ടൻറ്റിൽ വിശ്വസിച്ച് അതിന് റോങ് എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇങ്ങനത്തെ ഒരുപാട് സിനിമകളുണ്ട്. ഇപ്പോൾ പുഷ്പ 1 and 2 അതിൻ്റെ കണ്ടൻറ്റാണ് ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞ് വന്നാൽ പോലും അതിന് ഒരു പരിധിക്കപ്പുറത്തോട്ട് ഒരു തെലുഗു സിനിമ ഫ്ലേവർ ചെയ്ത് ഒരു അല്ലു അർജുൻ്റെ സ്റ്റാർഡം ഒക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമ. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന രാജാ സാബ് എന്ന് പറയുന്ന സിനിമ, എനിക്കതൊരു പോയിന്റിൽ പോലും അതൊരു എന്തിനെ ഇവർക്ക് അത്ര ഇതാണെങ്കിൽ പ്രഭാസിനെ വെച്ചിട്ടൊരു തെലുഗു സിനിമ ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യ മുഴുവൻ ഫാൻസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ തെലുഗു സിനിമ എടുത്തിട്ട് എല്ലായിടത്തും കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് അവർ ആ സാധനത്തിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ അല്ലു അർജുനെ സംബന്ധിച്ച് അല്ലു അർജുൻ്റെ ഇനിയൊരു അലാ വൈകുണ്ഠപുരംലോ അതുപോലൊരു സിനിമ ഇനി വരുമെന്ന് വെച്ചാൽ അറിയില്ല. അങ്ങനത്തെ അവരൊന്നും ഇനി മുതൽ ഇവർക്കെല്ലാം ഇപ്പോൾ വലുത് വേണം, വലിയ ബ്രഹ്മാണ്ഡം ഇല്ലെങ്കിൽ ഇനി ഇവരെ പോലുള്ള ആസ് എ ഫാൻ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആണ് ആ ഒരു കാര്യത്തിൽ. ഇപ്പോൾ പ്രഭാസിനെ സംബന്ധിച്ച് പ്രഭാസിൻ്റെ ശരിയാണ്, ഇപ്പോൾ രാജാസാബിൽ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചൊരു സാധനം അടിപൊളിയായിരുന്നു. കാര്യം വെച്ചാൽ പ്രഭാസിനെ എനിക്ക് പേഴ്സണലി ഇപ്പം ഒരു മിസ്റ്റർ പെർഫെക്റ്റോ അല്ലെങ്കിൽ ഡാർലിംഗ് അങ്ങനത്തെ സിനിമ അല്ലെങ്കിൽ മിർച്ചി പോലത്തെ സിനിമകളിലുള്ള ഒരു പ്രഭാസുണ്ട്. ഭയങ്കര ഭീമാകാരമായ ഒരു മനുഷ്യൻ, പക്ഷേ ഭയങ്കര കുഞ്ഞൊരു മനസ്സുള്ളൊരു മനുഷ്യനായിട്ടായിരിക്കും പുള്ളി ചെയ്യുന്നത്. അതൊരു കോമഡിയൊക്കെ ചെയ്യുന്ന ഒരു പ്രഭാസ്. ഇനി മുതൽ അങ്ങനത്തെ ഒരു പ്രഭാസിനെ നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഈ പറഞ്ഞ പോലെ വലിയ ഒരിടിക്ക് ഒരു 5000 പേരൊക്കെ ആയിട്ട് വേണം, മിനിമം ഒരു യുദ്ധം വേണം,
അല്ലെങ്കിൽ ഒരു 45 നായകന്മാർ വേണം. ഇതില്ലെങ്കിൽ പറ്റില്ല. യുദ്ധമെങ്കിലും മിനിമം വേണം. അതുപോലൊരു നല്ല സിനിമ പേര് പറയാൻ മറന്നുപോയി. പാൻ ഇന്ത്യൻ സിനിമകളെ പറ്റി പറയുമ്പം നമ്മുടെ കാന്താര എടുത്ത് പറയണം. കാന്താര എന്ന് പറയുന്ന സിനിമ ഡെഫിനറ്റ്ലി അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ കന്നഡ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ ആ ഒരു റീജിയണിലുള്ള ഒരു കൾച്ചറിനെ അദ്ദേഹം ഇന്ത്യ മുഴുവൻ കാണിക്കാൻ ശ്രമിച്ചു. സോ അങ്ങനെയാണെങ്കിൽ പോലും കാന്താര സിനിമ 1 and 2 ഈസ് ബ്രില്യൻറ്റ് മൂവീസാണ്. അതിനിപ്പോൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും അത് കിടിലൻ 2 സിനിമകളാണ്. അത് ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു കാര്യമായിരുന്നു. സോ അങ്ങനെയാണ് ഒരു ക്രിയേറ്റർ ചിന്തിക്കുന്നതെങ്കിൽ പോലും അടിപൊളിയാണ്. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവർ ചെയ്യുന്നത്. അത് ഇപ്പോൾ അല്ലു അർജുന് സ്റ്റാർഡം ഉണ്ട്. ഓക്കെ, എന്നാൽ നമുക്കൊരു പടം ചെയ്യാം. പക്ഷെ കഥ നമുക്ക് മറ്റേ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറി. എന്തിനാണ് ഇവർ ഈ വലിയ ഇപ്പോൾ അടുത്ത് എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന നമ്മുടെ രജനീകാന്ത് കമൽഹാസൻ ഇതിൽ വരുന്ന നെൽസൺ സിനിമ, അതിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേ അവർ ചെയ്യാൻ പോകുന്ന അതിന് പിന്നെ ഈ പറയുന്ന പോലെ ഒരു പാൻ ഇന്ത്യൻ കൊടുത്താലും തമിഴ് സിനിമകൾ എപ്പോഴും തമിഴിനെ റൂട്ട് ചെയ്തിട്ട് അവർ ചെയ്യും. ഇനിയിപ്പോൾ അവർക്ക് ഹിന്ദിക്കാർ കാണണമെന്നോ അല്ലെങ്കിൽ മലയാളികൾ കാണണമോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ തമിഴ് ഓഡിയൻസിന് ഇത് വേണം. ആ ഒരു മൈൻഡിലാണ് എപ്പോഴും സിനിമകൾ ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ പിടിക്കാത്തത് ഇപ്പോൾ കൂലിയാണ് പാൻ ഇന്ത്യൻ പിടിക്കാൻ പോയിട്ട് ഒരു കൈ വിട്ടു പോയൊരു പരിപാടി. പക്ഷേ ഇതും ഒരു പാൻ ഇന്ത്യൻ പരിപാടിയാണ്. എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഓരോ ആൾക്കാർ. അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ RRRനകത്തുള്ള പരിപാടി എന്ന് വെച്ചാൽ ആലിയ ഭട്ട് നായികയായിട്ട് വേണമെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ വേണ്ട. പക്ഷേ അതിന് രാജമൗലിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനൊരു ആൻസർ ഉണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടർ വേണം. ഒരു ഡയമണ്ട് പോലത്തെ ഭയങ്കര അൺബ്രേക്കബിൾ എന്ന് തോന്നുന്ന ഒരു ക്യാരക്ടർ വേണം. അതുകൊണ്ടാണ് ആലിയ ഭട്ടിനെ കാസ്റ്റ് ചെയ്യുന്നതാണ് പറയപ്പെടുന്നത്. പക്ഷേ എനിക്കങ്ങനെ സിനിമ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. അത് ആര് വന്നാലും അത് തമിഴിൽ നിന്ന് തന്നെ ഒരാളെ എടുത്താലും അല്ലെങ്കിൽ തെലുങ്കിൽ നിന്ന് തന്നെ ഒരാളെ എടുത്താലും അതിന് പ്രശ്നമൊന്നുമില്ല. ആ ക്യാരക്ടർ അത്രേ ഉള്ളൂ. പക്ഷേ ആലിയ ഭട്ട് ആ ഒരു സിനിമയിലേക്ക് വന്നപ്പോൾ ആ സിനിമയ്ക്ക് കിട്ടിയ റീച്ച് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ അങ്ങനെയാണ് ഒരു പരിധിക്കപ്പുറത്തൊരു ഇതെല്ലാം ബിസിനസ് ഇതിലേക്ക് മാറുന്നു, കഥയൊക്കെ മറന്നു പോകുന്നു. അത് ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന പാൻ ഇന്ത്യൻ ലേബലിൽ വരുന്ന നമ്മുടെ എമ്പുരാനും പറയണം. എമ്പുരാനാണ് ഒരു വൈഡ് ഇതിൽ വന്ന ഒരു സിനിമ. എമ്പുരാനും അങ്ങനെ വെൽ മെയ്ഡായിട്ടൊരു സിനിമയാണ്. പക്ഷേ ഒരു കഥാപരമായിട്ട് അങ്ങനെ വലിയൊരു സംഭവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പം നമുക്ക് പറയാനാണ് ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ്, നമ്മൾ മലയാളികളല്ലാത്ത ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് ചോദിച്ചാൽ അവർക്കത് പറയാൻ അറിയില്ലെന്നേ ഉള്ളൂ. പക്ഷേ കുമ്പളങ്ങി നൈറ്റ്സിനെ പറ്റി അവർ സംസാരിക്കും. കുമ്പളങ്ങി നൈറ്റ്സിനകത്ത് എന്തുകൊണ്ട് ഈ പറയുന്ന പോലെ 45 ഇടിയുണ്ട്, അല്ലെങ്കിൽ 45 പാട്ടുണ്ട്, അല്ലെങ്കിൽ പറയുന്ന പോലെ ഐറ്റം സോങ് ഉണ്ട്, ഐറ്റം അല്ല സ്പെഷ്യൽ അപ്പിയറൻസ് സോങ് ഉണ്ടോ? ഇല്ല, ഇതൊന്നുമില്ല. കണ്ടൻറ്റാണ് അവിടെ എല്ലാവർക്കും അറിയാം. പുഷ്പ വരുന്നതിന് മുമ്പ് ഫഹദ് ഫാസിലിനെ എല്ലാവർക്കും അറിയാം. അത് ഫഹദ് ഫാസിൽ അഭിനയിച്ച എല്ലാ പടങ്ങളും കണ്ടിട്ടല്ല. കുമ്പളങ്ങി നൈറ്റ്സ് ഒരു വലിയ കാരണമാണ്. നോൺ മലയാളീസിന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് ആണ്. അതുപോലെ മഞ്ഞുമൽ ബോയ്സ്, കണ്ടൻറ്റ് വൈസിട്ടാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ആ ഒരു സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീച്ച്, എസ്പെഷ്യലി തമിഴ്നാട്ടിലൊക്കെ വന്നിരിക്കുന്ന, അത് പിന്നെ കൾച്ചറൽ ഒരു സാമ്യത ഉള്ളതുകൊണ്ടാണെന്നെങ്കിലും പറയാം. എന്നാൽ പോലും ഭ്രമേകമൊക്കെ പോയിരിക്കുന്ന ഇൻ്റർനാഷണലി പോയിരിക്കുന്നു. അതിന് ഓസ്കാർ കിട്ടിയിട്ട് കൊണ്ടുവരുമെന്നല്ല. പക്ഷേ എന്നാൽ പോലും ഇങ്ങനെ ഇവിടുന്ന് പോകുന്നൊരു കണ്ടൻറ്റ് ബേസ് മാത്രമാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നടൻ എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അല്ലാതെ ഇപ്പോൾ പറയുന്നല്ലോ മമ്മൂക്കയുടെ ഒരു പടത്തിന് 100 കോടി ഇത് കാണിച്ചു തരാൻ പറഞ്ഞാൽ ഇല്ല. പക്ഷേ ആസ് എ നടൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. സോ അങ്ങനത്തെ സാധനം, അങ്ങനൊരു സബ്ജക്റ്റ് കൊണ്ടുവന്നതിന് ശേഷം അത് ഓക്കെ, നമുക്ക് ഇന്ന സ്റ്റാർസ് ഈ ഒരു കഥയ്ക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് പോകും. ഇതെന്ന് വെച്ചാൽ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റാർഡം മാത്രമാണ് പാൻ ഇന്ത്യൻ സിനിമകളിൽ ഇപ്പോഴത്തെ ഇതെന്ന് പറയുന്നത്. സോ അത് മാറേണ്ട ടൈമായി. ഞാനിപ്പോൾ ഇതെന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, വീഡിയോ ചെയ്യണം അതുകൊണ്ട് ചെയ്തതെന്ന് പറയാം. എന്നാൽ പോലും എനിക്ക് ആസ് എ ഫിലിം എന്തൂസിയാസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ എനിക്കിപ്പോൾ പറയപ്പെടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺ വരുന്ന സിനിമകളും എന്തിനാണ് ഇവരിങ്ങനെ സിനിമകൾ ചെയ്യുന്നത്? എനിക്ക് ചില സമയത്ത് തോന്നുന്നുണ്ട്, എനിക്ക് അല്ലു അർജുൻ്റെ ഒരു നോർമൽ പടം കാണണം, പക്ഷെ ഇനി അത് കാണാൻ പറ്റില്ല. ഇനി എന്നത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കാണാൻ പറ്റില്ല. അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും പ്രഭാസിൻ്റെ ഒരു നോർമൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞൊരു പടം ഇനിയും വരുമെന്നറിയില്ല. രാജമൗലി പണ്ട് അദ്ദേഹം അത് ചെയ്യും. രാജമൗലി ഇപ്പം മഗധീര എന്ന് പറയുന്ന ഒരു സിനിമ, വലിയൊരു സിനിമ വരുന്നു, അല്ലെങ്കിൽ ഈഗ എന്ന് പറയുന്ന ഒരു വലിയ സിനിമ വരുന്നു. അത് കഴിഞ്ഞ ഉടനെ അദ്ദേഹം മര്യാദ രമണ എന്ന് പറയുന്ന ഒരു കുഞ്ഞു സിനിമ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പക്ഷേ ഇപ്പോൾ ഇനി അദ്ദേഹത്തിന് അങ്ങനെ പറ്റില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സുകൾ ഇനിയും ഭയങ്കര വലുതായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ കണ്ടൻറ്റ് വിട്ട്
ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ പരിപാടി വന്നതിന് ശേഷം ഇതാണ് ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പരിധിക്കപ്പുറത്തോട്ട് കണ്ടൻ്റ് ആളുകൾ മറക്കുന്നു. എല്ലാ ആൾക്കാർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ പോലും എടുത്തിട്ട് ഓക്കെ നമുക്ക് ഇതിനകത്ത് ഇന്ന ഇന്ന ആളുകളുള്ളത് കൊണ്ട് നമുക്കിത് ചെയ്യാവുന്ന രീതിയിലേക്ക് മാറുന്നു. സോ ആ ഒരു സ്വഭാവം മാറട്ടെ. നല്ല ഇന്ത്യയിൽ നമുക്ക് പുറത്തൊക്കെ പോയി കാണിക്കാം ആണെങ്കിൽ പോലും ഒരു നോൺ ഇന്ത്യൻ ആയിട്ടുള്ള ഒരാളെ പോലും നമുക്ക് ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിരിക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷേ അതൊരു പാൻ ഇന്ത്യൻ സിനിമയാണെങ്കിൽ പോലും ഒരു പാൻ ഇന്ത്യൻ സിനിമ എടുത്തിട്ട് ഇപ്പോൾ രാധേശ്യാം കൊടുത്തിട്ട് എനിക്ക് വേറൊരാളെ കൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. അതൊരു ഒറാന്ന് പറയും, അതേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ രാജാ സാബ് പാൻ ഇന്ത്യൻ സിനിമയാണ്, നിങ്ങൾ വൈഡ് റിലീസ് വന്ന പടമാണ്, എന്നൊന്ന് കാണിക്കുക. ഏത് പടം? രാജാ സാബ്. അവർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഓടിക്കും. അതാണ് പ്രശ്നം. പക്ഷേ ഇതിലുപരി ഇപ്പോൾ എക്കോ എന്ന് പറയുന്നൊരു സിനിമ എനിക്ക് ഒരാളെ കാണിക്കണം, നിങ്ങൾ കണ്ടു, നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും കണ്ടു. ഇപ്പോൾ കിഷ്കിന്ത കാണണം, കണ്ടു, നോ പ്രോബ്ലം, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരാൾക്ക്. അപ്പം അതിപ്പോൾ പറയുന്ന പോലെ വലിയ സ്റ്റാർ ഒന്നുകൊണ്ടല്ല, ആ കണ്ടൻറ്റ് ഈ പറയുന്ന പോലെ ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് അല്ലെങ്കിൽ പാൻ വേൾഡിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റാണ്. സോ അതിന് കോൺസെൻട്രേഷൻ പോകുന്നു. ഈ പറയുന്ന വലിയ വലിയ സ്റ്റാർസ് ഇവിടെ വരുന്നു, വലിയ വലിയ ബിസിനസ് സാധ്യതകൾ വരുന്നു. ഈ ബിസിനസ് സാധ്യത മാത്രമായി പോവുകയാണ് സിനിമകൾ വരുമ്പോൾ പ്രശ്നമായിട്ട് വരുന്നത്. ഇനിയും അറ്റ്ലീസ്റ്റ് കേരളത്തിലും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമുക്ക് KGF പോലൊരു സിനിമയാണ്, നമുക്ക് ബാഹുബലി പോലൊരു സിനിമ, ഇത് പോലൊരു ഒന്നുമില്ല, ഇതിവിടെ കിടിലൻ സിനിമകൾ വരുന്നുണ്ട്. സോ അതിനെ നമുക്ക് പാൻ ഇന്ത്യൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ പാൻ ഇന്ത്യൻ സിനിമകളെ പറ്റി അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമകൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണ് പാൻ ഇന്ത്യൻ സിനിമകൾ? ഈ ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ പരിപാടി ഇപ്പോഴത്തെ സിനിമകൾ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയാം.